ആത്മാവാം ദൈവമേ, ഒരു നദി പോലിങ്ങൊഴുകിവാ. ആഴത്തിൽ മുങ്ങിത്താഴാൻ ആശയെന്നിൽ പൊങ്ങുന്നേ. നിന്നോടൊന്നിഴുകിച്ചേരാ, നിന്നിൽ ചേർന്നൊന്നാകാം കൊതിയേറുന്നേ, കൊതിയേറുന്നേ. ആത്മാവാം ദൈവമേ, ഒരു നദി പോലിങ്ങൊഴുകിവാ. ആരും കാണാത്തതായി, ആരും കേൾക്കാത്തതായി, ആഴത്തിൻ മുത്തു തേടി ഞാൻ വരും യേശുവേ. ആത്മാവിൻ ശക്തി തേടി ഞാൻ വരും യേശുവേ. നിന്നോടൊന്നിഴുകിച്ചേരാ, നിന്നിൽ ചേർന്നൊന്നാവാ കൊതിയേറുന്നേ, കൊതിയേറുന്നേ. ആത്മാവാം ദൈവമേ, ഒരു നദി പോലിങ്ങൊഴുകിവാ. ഒഴുകിവാ, ഒഴുകിവാ, നീ ഒഴുകിവാ. എന്നിലൊഴുകിവാ, നീ ഒഴുകിവാ, നീ ഒഴുകിവാ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാവരെയും അറിയിക്കുന്നു. യൂദാ എഴുതിയ ലേഖനം 1-ാം അധ്യായം 20-21 വചനങ്ങൾ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്കു തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളു. ഇവിടെ പറയാണ്, പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തണം. ആത്മീയ വർധന വരുത്തണം, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം. ആത്മീയ വർധനവ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അപ്പം ആത്മീയ വർധനവെന്ന് പറഞ്ഞാൽ എന്താണ്? പരിശുദ്ധാത്മാവിലുള്ള പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ 1 കൊരിന്ത്യർ 14 പറയുകയാണ്, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്കു താൻ ആത്മീക വർധന വരുത്തും. ആത്മീയ വർധന വരുന്ന പല കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് അന്യഭാഷയിൽ സംസാരിക്കുക. അപ്പോൾ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ വചനം പറയുകയാണ്, അത് മനുഷ്യരോടല്ല ദൈവത്തോടാണ് സംസാരിക്കുന്നത്. 1 കൊരിന്ത്യർ 14 പറയണം, അതാരും തിരിച്ചറിയുന്നില്ലല്ലോ, എങ്കിലും അവൻ ആത്മാവിൽ സംസാരിക്കും. അപ്പോൾ അന്യഭാഷയിൽ സംസാരിക്കുന്ന ദൈവത്തോട് സംസാരിക്കുമ്പോൾ ദൈവത്തിൽ നിന്നാണ് അവൻ ലഭിക്കുന്നത്, ആത്മീയ വർധന ലഭിക്കുകയാണ്. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്കു തന്നെ ആത്മീക വർധന വരുത്തുന്നു. അപ്പോൾ ആത്മീയ വർധനവ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചോളം ആത്മീയ വർധനവ് പരിശുദ്ധാത്മാവിലുള്ള പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്നു. എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ സംഭവിക്കുന്നു. ആത്മീയ വർധനവ് വന്നാൽ അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? 1 കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ അതിൻ്റെ 2-ാം അധ്യായത്തിൽ 9-10 വാക്യങ്ങളിൽ പറയാണ്, ദൈവം തന്നെ സ്നേഹിക്കുന്ന തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഒരു ചെവി കണ്ടിട്ടില്ല. ദൈവം തന്നെ സ്നേഹിക്കുന്ന മക്കൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് കുറേ കാര്യങ്ങൾ. അതൊരു ചെവി കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിലും തോന്നിയിട്ടില്ല എന്നെഴുതിയിരിക്കുന്നുവല്ലോ. നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ അത് വെളിപ്പെടുത്തുന്നു. ഒരു ആത്മീയമായൊരു വർധനമുണ്ടാകുമ്പോൾ ഒന്നാമത് സംഭവിക്കുന്നത്, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയ കാര്യങ്ങൾ വെളിപ്പെടാൻ തുടങ്ങും. ദൈവം മനുഷ്യൻ ഒരുക്കിയ പല നന്മകളും മറഞ്ഞായിരിക്കുന്നു. അതൊരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിലും തോന്നിയിട്ടില്ല. എന്നാൽ പ്രാർത്ഥിക്കുമ്പോൾ, ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ
നമുക്കത് വെളിപ്പെട്ട് വരികയാണ്. അതൊരു ആത്മീയ വർധനവാണ്. അപ്പം ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുകയാണ്, അതിന് 5-ാം അധ്യായത്തിലേക്ക് വരും പറയാണ്, ആത്മീയ വർധന വരുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ ആത്മീയ വർധനവെന്ന് പറയുന്ന ആത്മാവിൽ ഉള്ള നിറവിനെക്കുറിച്ച് പറയാണ്. അവിടെ ആത്മാവിനെ അനുസരിച്ച് ആ വ്യക്തി നടക്കാൻ തുടങ്ങും. അതെൻ്റെ 5:16 ആത്മാവിനെ അനുസരിച്ച് നടക്കണം, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിർവഹിക്കത്തില്ല. അപ്പോൾ ഒരു ആത്മീയ വർധനവ് വരുമ്പോൾ നമ്മൾ ജഡത്തിൻ്റെ മോഹം പിന്നെ നിർവഹിക്കത്തില്ല, ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ അനുസരിക്കാൻ തുടങ്ങും. എന്നിട്ട് പറയാണ്, ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായി, ഇത് ചെയ്യാതെ വണ്ണം അവൻ തമ്മിൽ പ്രതികൂലമല്ലോ. അപ്പം ജഡാഭിലാഷം എന്താണ്? ജഡത്തിൻ്റെ പ്രവൃത്തികൾ എന്താണ്? അതാണ് തുടർന്ന് 19 പറയുന്നുണ്ട്. ജഡത്തിൻ്റെ പ്രവൃത്തികൾ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹ ആരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത് എന്നിവ മുതലായവ എന്ന് വെളിവാകും. അപ്പം ആത്മീയ വർധനവില്ലാത്തപ്പോൾ, പ്രാർത്ഥിക്കാത്ത ഒരാളുടെ ജീവിതത്തിൽ, കർത്താവുമായി ബന്ധമില്ലാത്ത അടുപ്പമില്ലാത്ത ഒരാളുടെ ജീവിതത്തിൽ ഈ കോപവും അശുദ്ധിയും ശാഠ്യവും ദ്വന്ദ്വപക്ഷവും ഭിന്നതയും മദ്യപാനം എല്ലാം വരുന്നു. എന്നാൽ ആത്മാവിനെ അനുസരിച്ച് ആത്മീയ വളർച്ച ലഭിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? അതിൻ്റെ ഫലം എന്താ? സ്നേഹം വരാൻ തുടങ്ങും, സന്തോഷം വരാൻ തുടങ്ങും, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, ഈ വക ഗുണങ്ങൾ അവരുടെ ജീവിതത്തിൽ ആത്മീയ വർധനയിൽ വരികയാണ്. നമുക്കൊരു ഭാഗം കൂടെ ശ്രദ്ധിക്കാം. ആത്മീയ വർധനയെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗം കൂടെ, അത് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ അതിൻ്റെ 3-ാം അധ്യായത്തിൽ പറയുകയാണ്. 16 മുതലുള്ള വാക്യങ്ങൾ പറയണം. അവൻ തൻ്റെ മഹത്വത്തിന് ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടും. അപ്പം പ്രാർത്ഥിക്കുമ്പോൾ, അന്യഭാഷയെ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിൽ എന്ത് ചെയ്യാണ്? ആത്മീയ വർധന ഉണ്ടാകുകയാണ്. നമ്മുടെ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ആത്മീയ വർധന വരുത്താൻ അപ്പോസ്തലൻ പറയുകയാണ്. അപ്പോൾ ആത്മീയ വർധനം ഉണ്ടാകുമ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ എന്താണ്? അവൻ തൻ്റെ മഹത്വത്തിന് തക്കവണ്ണം അവൻ്റെ ആത്മാവിനാൽ നമ്മുടെ അകത്തെ മനുഷ്യൻ, നമ്മുടെ പുറമെ ഈ മനുഷ്യൻ ഉള്ളതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അകത്തെ മനുഷ്യൻ എന്ത് ചെയ്യുക? ശക്തിയോടെ ബലപ്പെടും. ശക്തിയോടെ ബലപ്പെടുമ്പോൾ എന്താ ഗുണം? നമ്മുടെ ഒരു പ്രതികൂല സാഹചര്യത്തിൽ നമ്മൾ പതറിപ്പോകത്തില്ല. അവിടെ പറയാണ്, 2 ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് പിടികിട്ടുകയാണ്. എന്നിട്ട് 3 നമ്മൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി മാറും. വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോട് കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തിൽ നമുക്ക് കവിയുന്ന അപ്പുറത്തുള്ള ക്രിസ്തുവിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹത്തെ അറിയാൻ പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവോളം നമ്മൾ നിറഞ്ഞു വരികയും ചെയ്യും. അതിൻ്റെ ഫലം എന്താണ്? ആത്മീയ വർധന ഇത്രയും കാര്യങ്ങൾ തരുമ്പം, 1 അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുന്നു, 2 ക്രിസ്തു വിശ്വാസത്താൽ നമ്മുടെ അകത്തുണ്ടെന്ന് നമുക്ക് ബോധ്യം വരുന്നു, പിന്നെ നമുക്ക് സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി നമ്മൾ മാറുന്നു, ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ നമുക്ക് അറിയാൻ നമുക്ക് പ്രാപ്തി ലഭിക്കുന്നു. ദൈവം നമ്മെ സ്നേഹിച്ചതിൻ്റെ ആ സ്നേഹത്തിൻ്റെ വലുപ്പം അറിയാനുള്ള കഴിവ് നമുക്ക് ലഭിക്കുകയാണ്. എന്നിട്ട് ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നമ്മൾ നിറഞ്ഞു വരും, ദൈവത്തെ പോലെ ആകും, നിറഞ്ഞു വരും. എന്നിട്ട് പറയാം, അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ ചെയ്യുക? ഇത് ആത്മീയ വർധനം. എന്നാൽ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യാൻ നമ്മളിൽ വ്യാപരിക്കുന്ന ശക്തി. പ്രാർത്ഥിക്കാം. പിതാവേ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും, അവർ കർത്താവെ ഇന്ന് ഞങ്ങളോട് ദൈവവചനത്തിലൂടെ യാക്കോബോസിനോട് പറഞ്ഞതുപോലെ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ അടിസ്ഥാനമാക്കി നിങ്ങളെ തന്നെ ആത്മീയ വർധന വരുത്തണം. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം. അങ്ങനെ ആത്മീയ വർധന വരുത്തുവാൻ, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുവാൻ, ടൈം എലോൺ വിത്ത് ഗോഡ്, ദൈവവുമായി സമയം ചെലവിടുവാൻ ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് അതിന് ഗൈഡ് ചെയ്യണമേ. ആത്മീയ വർധന വന്ന് ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുവാനും
യേശു ക്രിസ്തു ഞങ്ങളുടെ ഹൃദയത്തിലുണ്ടെന്ന് വിശ്വസിക്കാനും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ഉറച്ചു നിൽക്കാനും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരാനും ദൈവം മറച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തി ലഭിക്കാനും ഒക്കെ ഞങ്ങളെ പരിശുദ്ധാത്മാവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ, ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. ഒഴുകിവാ നീ, ഒഴുകിവാ നീ, ഒഴുകിവാ എന്നിലൊഴുകിവാ നീ, ഒഴുകിവാ നീ, ഒഴുകിവാ.